സീലിംഗ് പൊട്ടി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ് ക്രോപ്പ് ടോപ്പ് ഒക്കെ ഇട്ട് ഇരുത്തി ഇങ്ങനെ ഇരുത്തിയേക്കാൻ എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇന്ന് അബിക്കൊരു മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. എൻ്റെ ഒരു ആഗ്രഹമാണ് ഇവനൊന്ന് മേക്ക് ഓവർ ചെയ്യുക. അതായത് ഇവനൊരു ഫാഷൻ ഷോ കൈൻഡ് ഓഫ് രീതിയിൽ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് എടുക്കാന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. സോ ഡേവിഡ് ടു അഭിരാമിയിലോട്ട് നമ്മൾ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമുക്ക് ഒരു മേക്ക് ഓവർ ഇതാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ആക്ച്വലി അവന് ഞാനൊരു ലൈക്ക് ഒരു ധാവണി ഓണം വൈബ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ എൻ്റെ മാളുവിൻ്റെയും അളവ് അവന് കറക്റ്റ് ആവൂല. അവൾ ഓളോളോ ഹോ ഹോ എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ഹണിമൂൺ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചേക്കണം ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇവന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഒരു ബീച്ച് വെയറൊക്കെ ഇട്ടിട്ട് കുറച്ച് സെക്സി ആയിട്ടാണ് നമ്മൾ ഇതാക്കാൻ വേണ്ടിട്ട് പോണത്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. നമുക്ക് ആദ്യം ഇവന്റെ കാർക്കൂന്തൽ ബാക്കിലോട്ട് വയ്ക്കാം. ഇവൻ എല്ലായിടത്ത് ഫ്രണ്ടിലാണ് എപ്പോഴും വയ്ക്കുന്നത്. അപ്പച്ചിക്ക് ഇപ്പൊ സമാധാനം കേട്ടാ കുട്ട. അമ്മയ്ക്ക് ഇഷ്ടമല്ല, ഇവ എപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിലോട്ടാക്കും, കൊറിയൻ എന്നുള്ള രീതിയിൽ. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ഓൾറെഡി സ്കിന്നിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, സൺസ്ക്രീൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ സ്കിന്നിന്റെ ഇറിറ്റേഷൻ ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്തിങ് മിസ്റ്റ്, യൂറേജിന്റെ ഒരു മിസ്റ്റ് അടിച്ചിടൊക്കെ. ആക്ച്വലി ഗൈസ്, ഇത് നിങ്ങൾക്ക് ഇറിറ്റേറ്റഡ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇത്. യൂറേജിന്റെ സ്കിൻ മിസ്റ്റ് ആഫ്റ്റർ മേക്കപ്പ് ബിഫോർ മേക്കപ്പ് ഒക്കെ എപ്പോഴും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു ഉപ്പ് രസം നന്നാക്കി തൊട്ടുപിടിക്കാൻ, ചുണ്ടി തൊട്ടുപിടിക്കാൻ ഉണ്ടാ. പിന്നെ അപ്പം ഇതൊന്ന് സ്കിന്നിൽ അബ്സോർവ് ചെയ്യണം. വളരെ ലൈറ്റ് ആയിട്ട് അബ്സോർവ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു കൈൻഡ് ഓഫ് മോയ്സ്ചറൈസർ ഓർ പ്രൈമർ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ എല്ലാം എൻ്റെ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവനൊരു ഹൈജീൻ, എനിക്കൊരു വൃത്തിയില്ലായ്മ അവന് തോന്നരുത്. ഞാൻ കുറേ നാളായി ഇങ്ങനെ ഒരാൾക്ക് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇരയാണ് നീ എന്ന് നീ മനസ്സിലാക്കുക, നീ അറിയുന്നില്ല. ഓക്കെ, നമുക്ക് കുറച്ച് ഒരു മോയ്സ്ചറൈസർ പോലെ ഇട്ട്. അബിയുടെ സ്കിന്ന് കുറച്ച് ഇതായിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒന്ന് ഞാൻ നോക്കലേ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിൻ്റെ ഹോർമോൺ, പ്യൂബർട്ടിയുടെ ഒരു ഹോർമോൺ ചേഞ്ചാണ്. അവന് 14 വയസ്സായി. സോ അതിൻ്റെ ഒരു ഹോർമോൺ ചേഞ്ച് ആണെന്ന് തോന്നുന്നു. കാരണം ഇവൻ്റെ മുഖം എടുക്കണ ഷേവിങ് സെറ്റ് വെച്ചിട്ട് മറ്റവൻ തല എടുത്തെന്നോ മുടി എടുത്തെന്നോ അങ്ങനെ വന്നെന്നോ എന്തൊക്കെ പറയുന്നുണ്ട്. കാരണം ഹൈജീൻ അല്ല എന്നുണ്ടെങ്കിൽ ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരും. ഞാൻ എന്താ ഈ ഒരു ഫ്ലിക്കയുടെ സിൽക്ക് ടച്ച് ആണ് ഇട്ട് കൊടുക്കണം. നല്ലതാണ് മേക്കപ്പിന് മുമ്പ്. എംബ്രിയോളിസിൻ്റെ ഒരു ഡൂപ്പാണെന്ന് വേണമെങ്കിൽ അതിൻ്റെ ഒരു വേറൊരു അഫോർഡബിൾ വേർഷൻ ആണെന്നുണ്ടെങ്കിൽ പറയാം. എംബ്രിയോളിസ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് വാങ്ങാം. ഇല്ല കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതിന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇക്കിളിയാവണ നീ എന്തെങ്കിലും ക്രീം വല്ലോ എണ്ണ കുരുമാറാൻ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഒരു മോയ്സ്ചറൈസർ ഇട്ട് ഇനി നമ്മൾ പ്രൈമർ ഇടണം. അബി നിനക്കേ ഡൂയി മേക്കപ്പ് ലുക്ക് വേണോ മാറ്റ് വേണോ? ഇതിന്റെ അർത്ഥം പറഞ്ഞേടാ. എനിക്കൊന്ന് പറയണേ ഏതെങ്കിലും ഒന്ന്. അതായത് മക്കൾക്ക് തിളങ്ങണത് വേണോ തിളങ്ങാത്ത വേണോ? ഓക്കെ, ഇത് എനിക്ക് ഫ്രീ കിട്ടിയിട്ടുള്ള സ്മാഷ് ബോക്സിന്റെ ഒരു പ്രൈമറാണ്. അത് വെച്ചിട്ട് അബിക്ക് ഞാൻ പ്രൈമറോടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഞാൻ കുറേ നാളായ ഒരാൾക്ക് ഇങ്ങനെ പ്രൊഫഷണൽ രീതിയിലൊക്കെ മേക്കപ്പ് ലുക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമായിരുന്നു എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ. ഇനി നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് മക്കളെ തുറന്നുകൊണ്ടാകാൻ വെച്ച് പറ്റൂല. ലിപ്പ് ഡ്രൈ ആയിട്ടിരിക്കാനേ പാടില്ല. എങ്കിലേ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടണ സമയത്ത് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പം എനിക്കൊരു നിവർത്തിയില്ല, എൻ്റെ ഈ നഖം ഉള്ളതുകൊണ്ട്. നല്ല ലിപ് ബാമാണ്, നാഡ് ഹാബിറ്റിൻ്റെ ഒരു ഗീ വരുന്നൊരു ലിപ് ബാം, ലിപ് ബട്ടർ. ഗൈസ്, ഇത് നാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഗീ വിപ്ഡ് ലിപ് ബട്ടറാണ്, നല്ലതാണ്. ഓക്കെ, അത് കുറച്ചെടുത്തിട്ട് ലിപ്പിൽ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് തേച്ച്. കാരണം ഓൾറെഡി അവൻ്റെത് ഡ്രൈ ലിപ്സാണ്, ഫുൾ അവൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണ്. ഓക്കെ ഗൈസ്, നമുക്ക്
ഓൾറെഡി നമ്മൾ പ്രെപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൈമറും ഇട്ടു. ഇനി നമുക്ക് കളർ കറക്ഷനെയും തുടങ്ങാം. ഇത് PSC എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കളർ കറക്റ്റ് ആണ്. എന്ത് പഠിപ്പിക്കുന്ന പോലെയാണ്. നമ്മൾ റിയലി സോ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അറിയാത്തവരാണെങ്കിൽ കേട്ട് പഠിച്ചോളൂ. എനിക്ക് പഠിപ്പിക്കാനാണോ തോന്നുന്നത്. PSC അല്ല PSC പാക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ. ഇതിൽ പല കളർ കറക്റ്ററും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓറഞ്ചിന്റെ ആവശ്യമുള്ളവന് കുറച്ച് ഇവിടെയൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുറച്ച് ഓറഞ്ച്, ആക്ച്വലി എൻ്റെ ഒരു തോണ്ടണ സാധനം കാണാനില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് എടുക്കുകയാണ്. അല്ലാതെ നമുക്ക് എടുക്കാം, പക്ഷെ എനിക്ക് ഹൈജീൻ OCD ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്, അങ്ങനത്തെ ഒരാളെ അല്ല. പക്ഷേ എനിക്ക് ഇത് ബുദ്ധിമുട്ടാണ്, എൻ്റെ പ്രോഡക്ട്സുകൾ ചീത്തയാവണത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ഓറഞ്ച് കളർ കറക്റ്റ് എടുക്കുക, ബ്ലെൻഡ് ചെയ്യുക. അബി മേലോട്ട് കണ്ണൂറ് തന്നെ. ഓക്കെ, ഞാൻ തോന്നുന്നു സ്മൂത്ത് ആയിട്ട് തോന്നണം, റഫായിട്ട് തോന്നണം? സ്മൂത്ത്. ഓക്കെ ഗൈസ്, പീച്ച് കളർ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സേഫ് ആണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഓറഞ്ച് കൂടിപ്പോവേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതായിപ്പോവും, മഞ്ഞിച്ച് പോവും മുഖം. അടിച്ചാണമ്മ അങ്ങനെ വെച്ചോ. ഇങ്ങോട്ട് നമ്മൾ പണ്ട് മേക്കപ്പ് ഒടിക്കുമ്പം പറയും, നമ്മൾ ഇങ്ങനെ കിടന്ന് മേക്കപ്പ് ചെയ്യാനേ പാടില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് വേണം മേക്കപ്പ് ചെയ്യാനെന്ന്. ഇപ്പം നീ ഹനുമാനെ പോലെ ഇരിക്കണം. മമ്മടി ഇവിടെ ഇടാൻ പറ്റും. കൊറിയൻ ഗേൾസിനെ പോലെ ആക്കി തരട്ടാ. എക്സൈറ്റഡ് ആണോ നിന്റെ ലാസ്റ്റ് ലുക്ക് കാണാൻ? നീ എന്തൊരു ചെറുക്കനടാ. ഓക്കെ, നമ്മൾ ഓറഞ്ച് കളർ കറക്റ്റ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഇതുണ്ട്. അപ്പം നമുക്കത് ബാക്കി വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ ഒരു കൺസീലർ, അവന് മാച്ച് ആവുന്ന ഒരു കൺസീലറാണ് ഞാൻ എടുക്കണത്. അത് തന്നെയാണ് ഫൗണ്ടേഷനുമായിട്ട് പോകാൻ വേണ്ടിയിട്ട് പോണത്. തോണ്ടി എടുക്കാൻ സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഫേക്ക് നെയിൽസ് വെച്ചാണ് എടുക്കണം. നമുക്കത് സ്വാച്ച് ചെയ്ത് നോക്കാം, അവന് ചേരണ കളർ. PSCയുടെ കുറച്ച് തിക്കാണേ, അപ്പം ഇതൊന്ന് കുറച്ച് കേക്ക് ആയി പോവും. അപ്പം ഇതൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടർ ആൽത്തിയുടെ ഈ 345 മിസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി അവൻ്റെ സ്കിൻ ഇറിറ്റേറ്റഡ് ആയതുകൊണ്ട് സ്കിന്നൊന്ന് സൂത്തൻ ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നീ കണ്ടാൽ നിന്നെ പേടിക്കും. ഒരു ലോഡ് സാധനം വരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ കുറച്ച് തിക്കായിട്ടാണ് അപ്ലൈ ചെയ്യണത്. അതുകൊണ്ട് നമുക്ക് അത് ബ്ലെൻഡ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ശരിയാവും. തിരിയോട്ടില്ലേ, ബ്ലെൻഡ് ചെയ്ത് എടുക്കുമ്പോൾ ശരിയാവും. ഓക്കെ, നമുക്കിനി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അവൻ്റെ എക്സാക്ട് ഷെയ്ഡ് പോലെ എന്നാൽ കുറച്ചൊരു പൊടിക്ക് ലൈറ്റ് ആക്കിയിട്ടുള്ള ഒരു പൊടിക്ക് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് അവൻ ഐബ്രോസ് ഉണ്ടേ, ഐബ്രോസ് എടുക്കട്ടാടാ. സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ ഐബ്രോസ് കണ്ണ് തുറന്നാണ് പിന്നെ മേലോട്ട് തരാം. ഐബ്രോസിൽ ഞാനൊന്നും ഇങ്ങോട്ട് ഞാൻ ടച്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാനത് കോംബ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളേ. ഞാൻ കഴുത്തിലൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ ഒരു ഡിഫറൻസ് കാണും. നമുക്ക് ലാസ്റ്റ് ശരിയാക്കാം. കാരണം ഫേസും മിക്കുള്ള ആൾക്കാരുടെയും ഫേസും ലൈക്ക് എല്ലാം രണ്ടായിരിക്കും. ഫേസ്, നെക്ക്, കഴുത്തൊക്കെ ഒരു ഡിഫറൻസ് കാണും. ഓക്കെ ഗൈസ്, അപ്പം ബേസ് നമ്മൾ ഒരുവിധം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോസ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. കണ്ണടച്ചോണ്ടമ്മ. ഇത് നിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ടിൻഡഡ് ബ്രോ മസ്കാരയാണ്. ഓൾറെഡി നല്ല പുരുകമുള്ള ചെറുക്കനാണ്, കൂട്ടുപുരുകമുള്ള ചെറുക്കനാണ്. അതുകൊണ്ട് എനിക്കില്ലാത്തതുകൊണ്ട് ഇത് കാണുമ്പോൾ എനിക്കൊരു കുശുമ്പ്. അതുകൊണ്ട് അപ്പം അതിൽ ഞാൻ ഒന്നും കൂടുതലും ചെയ്യില്ല. എനിക്ക് എന്താ വെച്ചാൽ ദിഗംബരൻ്റെ കൂട്ട് വരും. എന്നെ ഇങ്ങോട്ട് വയ്ക്കാണ്, ഇങ്ങനെ താഴോട്ട് കോതിയാൽ ഒരു ഗേൾ നോക്കട്ടെ. എന്നെ നോക്ക്, ചുണ്ട് നേരെ, ചിരിക്കണ്ട, നേരെ ഇതാണ്. ഓക്കെ, എനിവേ എന്തായാലും കുറച്ച് കോംബ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് കണ്ണിൻ്റെ പണിയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. മോർഫിയുടെ ഒരു പാലറ്റ് എടുത്ത് കുറച്ച് ബ്രൗൺ ഷെയ്ഡും
ഒരു പിങ്ക് ഷെയ്ഡ് മിക്സ് ചെയ്യണേ. എന്നിട്ട് കണ്ണടച്ചോ, നല്ല കണ്ണടച്ചോ, പൂട്ടണ്ട, ജസ്റ്റ് ഒന്ന് അടച്ചാൽ മതി. വളരെ സിമ്പിൾ സട്ടിലായിട്ടുള്ള ഐ മേക്കപ്പ് ചെയ്യാമേ. ഓവറാക്കി കൊളാക്കാതെ, നമുക്ക് ചളാക്കാതെ വളരെ ലൈറ്റായിട്ട് പോകും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു കളറും. ആൻഡ് ഇതുവരെ നിങ്ങൾക്ക് ഐ ഷാഡോ ഇടാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഗ്ലോ സ്റ്റിക്ക്, ജെല്ലി ഗ്ലോ സ്റ്റിക്ക്. ഓക്കെ, കണ്ണട ചോദിക്കട്ടെ. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ ആയി കൊടുത്താൽ അതൊരു തിളക്കം കിട്ടും. തണുപ്പുണ്ടാ? തിളക്കം കണ്ടോ, ഒരു തിളക്കം കിട്ടും. ജസ്റ്റ് ഒന്നായി കൊടുത്താൽ മതി. അതാ ഭയങ്കര നല്ലതാണ്. കുറച്ചുകൂടെ ഒരു ഭയങ്കര പ്രീമിയം പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കണ്ണിൽ ഐ മേക്കപ്പ് ചെയ്തതാണൊക്കെ ഇരിക്കും. ഇത് ഞാൻ ഒരുപാട് പേർക്ക് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്ര സൂപ്പർ പ്രോഡക്റ്റാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താ ഐ മേക്കപ്പ് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? വളരെ സിമ്പിളായിട്ട്. അത് മക്കൾക്ക് അവിടെ ഇരിക്കണമെന്നാണ് അറിയാൻ പറ്റാത്തത്. ഇനി നമുക്കൊരു ചെറിയ ബ്രൗൺ കളർ എടുത്തിട്ട് നമുക്ക് കണ്ണിൻ്റെ മുകളിൽ ഒന്ന് ചെറുതായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഒരു കുറച്ച് ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് കണ്ണടച്ച് നോക്കട്ടെ. അങ്ങനെ കൂട്ടി അടയ്ക്കണ്ട. ഒരു തുറന്നാണ് ഒരു വിങ് പോലെ. ഇനി എടുത്ത അങ്ങോട്ട് ഇങ്ങോട്ട് തിരി പിന്നെ ഇങ്ങോട്ട്. നീ ശ്രദ്ധിച്ചിരിക്കണം. എന്നിട്ട് ഞാൻ ചോദിക്കും നിനക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റെപ്പ് ആയിരുന്നു. കണ്ണിങ്ങനെ ചെയ്തതാണ്. ഇനി നമുക്ക് മസ്കാര ഇടാമേ. മസ്കാര ഇടാൻ അറിയാമോ? മസ്കാര പോട്ട് മയക്കിട്ടാ നിന്നെ. ഇത് ലോറിയൽ പാരീസിന്റെ വോളിമിനൈസ് ലാഷ് മസ്കാരയാണ്. ഓൾറെഡി നല്ല ലാഷുള്ള ചെറുക്കനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങോട്ട് തിരിയണം. ഇങ്ങോട്ട് തിരി. ഇനി കണ്ണടച്ചോ, അടച്ചോ, തുറക്കുക, അടച്ചോ, തുറക്കുക, അടച്ചോ, നോക്കട്ടെ. ഓ അടിപൊളി, നല്ല എടാ ലാഷെല്ലാം കൊണ്ട് എണീറ്റിരിക്കണം. ഇറിറ്റേഷൻ ഉണ്ടോ എന്തെങ്കിലും? സംഭവം വെച്ചാൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ വാൻഡ് കാണും ഇങ്ങനെ വെച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ എൻ്റെ കയ്യിൽ വാൻഡ് ഇല്ല കേട്ടാ. എങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും കൂടെ ഒറ്റ പ്രോഡക്റ്റ് അവർ ഇങ്ങനെ ഇടൂല. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു കണ്ണാണ് അവന്, പിന്നെ കുഴപ്പമില്ല. നോക്കട്ടെ, മേലോട്ട് തുറ കണ്ണ്. പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യൂല. ഓ മായ്ക്കാനുള്ള എല്ലാ സെറ്റപ്പും എൻ്റെ ഉണ്ട്. ഓക്കെ, കണ്ണ് നീ അടച്ചു വെച്ചോ. അങ്ങനെ തന്നെ ഇരുന്നു, തുറക്കണ്ട. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലഷ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഇൻസൈറ്റിൻ്റെ റേഡിയൻസ് ഫില്ലർ സ്കിൻ ടിൻ്റാണ്. ഇത് കുറച്ച് ലൈറ്റാണ്. അത് വെച്ചിട്ട് വളരെ ലൈറ്റായിട്ട് നമുക്കൊന്ന് ഇത് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇന്നർ കോർണർ, അണ്ടർ ഐരവിടെ വളരെ ലൈറ്റായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നേരെ അങ്ങോട്ട് പോയിക്കോ. നമുക്ക് ജോലിയും വേണ്ടേ? ചിരിക്കല്ലേ അണ്ണമ്മ. ജോലിനല്ല, ഇവിടെ ഒരു കട്ട് വരുത്തിക്കാം നമുക്ക്. ഇങ്ങനെ വെച്ചാൽ മുഖം ഒട്ടിയത് ഓൾറെഡി ഒരു സ്നാച്ച്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഇങ്ങനെ ഒന്ന് കോണ്ടർ ചെയ്യണ പോലെ ഇങ്ങോട്ട് ഇങ്ങനെ ആക്കുക. താഴോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. മേലോട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട, താഴോട്ട്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ലൈറ്റ് പിങ്ക് തന്നെ എടുക്കണേ. മാഴ്സിന്റെ ലിക്വിഡ് ബ്ലഷ് ആണ്. ഷെയ്ഡ് വന്നിട്ട് ഡസ്ക്, അതാണ് ഷെയ്ഡ് കേട്ടാ. ഡസ്ക് എന്നുള്ളതാണ് ഷെയ്ഡ്. ചിരിച്ചോണേ കേട്ടാ. നീ അപ്പുറത്തോട്ട് ഗൈസ്, ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല കളർ തരുന്ന ബ്ലഷാണ് ഗൈസ്. ഇവൻ്റെ നമുക്ക് കുറച്ച് ഈ ലുക്ക് വേണം. അതിനെന്താ പറയണ, കുറച്ച് ഇത് കവിളക്ക ഒരു ഇച്ചിരി രക്തയോട്ടം തോന്നിക്കുന്ന രീതിയിലാണ് ബ്ലഷ് ഇട്ട് കൊടുത്തേക്കണം ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് പുരുകമായിരിക്കും കുറച്ചതായിട്ട് തോന്നാം. നമ്മൾ ത്രെഡ് ചെയ്താലേ അതിന് ഒരു ഭംഗി വരുള്ളൂ. അപ്പോൾ ത്രെഡ് ചെയ്യണം. എടുത്തു തരട്ടാ? കാരണം അവൻ സ്കൂളിലൊക്കെ പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അത് ചെയ്ത് കൊടുത്താൽ ശരിയാവൂല. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ലിപ് ലൈൻ ചെയ്യാം. എക്സസ് ആയിട്ടുള്ള നമുക്ക് തുടച്ചെടുക്കാമേ. മാഴ്സിൻ്റെ ലിപ് ലൈനർ ഷെയ്ഡ് വന്നിട്ട് ചോക്കോ ബട്ടർ. ഇതാണ് എൻ്റെ
സ്ഥിരം തിരിയണേ ഇങ്ങോട്ട് തിരി. ബ്ലഷ് ലിപ് ലൈനർ ഇടുക, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴത്തേക്ക് നമുക്ക് വാഷ് കാരണം അവൻ്റെ ഓൾറെഡി ചുണ്ട് കുറച്ച് പിഗ്മെൻറ്റഡ് ലിപ്സാണ്. ഓക്കെ, ഇനി ഗൈസ് ഇത് മിലാ ബ്യൂട്ടിയുടെ ലിപ് ഗ്ലോസ് ആണ്. മറ്റേ രശ്മിക മന്ദാനയുടെ ആ ഒരു കറക്റ്റ് ഷെയ്ഡ് കിട്ടുന്ന ഒരു ഗ്ലോസ്. ചുണ്ട് വെച്ചു കണ്ടാൽ നമ്മൾ എത്ര പിഗ്മെൻറ്റഡ് ലിപ്സിന് ലിപ് ലൈനർ വെച്ചിട്ട് എന്തിട്ടാലും പിന്നെ അങ്ങ് ചേരും. ഇങ്ങോട്ട് നോക്കണമ്മ. ഇത് ഇടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നമ്മളെ എത്ര പിഗ്മെൻറ്റഡ് ലിപ്സിനും ചേരണ ഒരു ലിപ് ഗ്ലോസ് ആണ് ഇത്. നോക്കട്ടെ. യെസ്, ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഓവറോൾ ലുക്ക്. ഇനി നമുക്ക് ഇത് കുറച്ചൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതുകൂടെ ചെയ്യണം. കാരണം കുറച്ച് ഗ്ലോസ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബാമിനെക്കാളും ഞാൻ കുറച്ച് മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീം ഇടാമെന്ന് വിചാരിച്ച്. ആൻഡ് ഞാൻ ആദ്യം ഇവനെ പ്ലാൻ ചെയ്തത് ലിപ് പ്ലംബർ ഇട്ട് കൊടുക്കാം. ഓർമ്മ ഉണ്ടോ ഒരിക്കലും ഞാൻ ലിപ് പ്ലംബർ ഇട്ട് തന്നത്? അത് തന്നെ. ഓക്കെ ഗൈസ്, ഇതാ കുറച്ച് ഞാൻ സ്ട്രോപ്പ് ക്രീം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ ഉള്ളൂ. ഒരുപാട് ഇട്ടാക്കലും ഉള്ള ഫൗണ്ടേഷൻ എല്ലാം കൂടെ ബ്രഷിൽ വന്നിരിക്കും. പിന്നെ അവന് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. എനിക്കിത് ഇന്നത്തോടെ മനസ്സിലായി. കാരണം ഇവിടെയൊക്കെ ലൈൻസ് വീഴുന്നുണ്ട്. വെള്ളം കുടിക്കാൻ ഭയങ്കര പാടാണ് ഗൈസ് അവർക്കൊക്കെ. ഇവരെയൊക്കെ വെള്ളം പിടിച്ച് കടിച്ച കണക്കാണ്. ഇല്ലെങ്കിൽ ഭയങ്കര സ്ട്രോപ്പ് ക്രീം ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും സ്കിന്ന്. ഒരു ഗ്ലോ ഇത് കിട്ടൂല തിരി. ഓക്കെ, ഇതാണ് നമ്മുടെ ഫേസ് മേക്കപ്പ്. ഇനി നമുക്ക് ലാസ്റ്റ് സെറ്റിംഗ് സ്പ്രേ അടിക്കാം. ഞാൻ ഈ 345ൻ്റെ മിസ്റ്റ് തന്നെ അടിക്കണേ. കാരണം ഓൾറെഡി ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ കുറച്ച് ഇതാവാൻ വേണ്ടിയിട്ട് കണ്ണടച്ചോ. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് കഴുത്തിൽ പണി തുടങ്ങാം. ആക്ച്വലി കഴുത്ത് കുറച്ച് പിഗ്മെൻറ്റഡ് ആണ്. അപ്പം നമുക്ക് അത്യാവശ്യം കുറച്ചധികം കളർ കറക്ടറിൻ്റെ ആവശ്യമുണ്ട്. അത്യാവശ്യം കുറച്ച് കളർ കറക്റ്റ് ഇട്ട് മാത്രമേ നമുക്കത് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുതന്നെ എലി കയറിയടിക്കേണ്ട സൗണ്ടാണ് ഗൈസ്. ഞാൻ മാക്സിമം കഴുത്ത് ഒരുവിധം സെറ്റായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പണിയെടുത്താലേ. ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം വെച്ചാൽ ഞാൻ കോണ്ടർ ചെയ്യാൻ വിട്ടുപോയി. എനിക്കത് കോണ്ടർ കൂടെ ചെയ്യണം. നമുക്ക് ജസ്റ്റ് ഒന്ന് കോണ്ടർ കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൂട്ടാ നീ ഒന്ന് ഒട്ടിക്കണേ. നമ്മൾ പണ്ട് ഇങ്ങനെ വയ്ക്കൂലേ, അങ്ങനെ അങ്ങനെ ആക്കിയാലും മതി. ഓക്കെ 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 ഫൈൻ ഫൈൻ ഇട്ട് നേരവേ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഓൾറെഡി അവൻ്റെ ഒരു സ്നാച്ച്ഡ് ഫേസ് ആണ് അവൻ. ഗൈസ്, നമ്മൾ ലാസ്റ്റ് മേലോട്ടേക്കാണ് കുറച്ച് പൗഡറൂടെ വെച്ചൊന്ന് സെറ്റ് ചെയ്യണേ കണ്ണിൻ്റെ അടി. ഓക്കെ, ഭയങ്കര ഡ്രൈ ആണ് അവൻ്റെ. ഞാൻ കുറേ ഇതടിച്ച് കുറേ ഞാൻ ഇതടിച്ച് ഹൈഡ്രേഷൻ പ്രോഡക്ട്സ് ഇട്ട് നോക്കി ബ്ലെൻഡ് ചെയ്യാൻ. പക്ഷെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒന്നുമില്ല. സോ നമ്മളെ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കണക്ക് വരും എന്ന് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഓക്കെ ഗൈസ്, ജസ്റ്റ് നമുക്ക് പൗഡർ കൂടെ വെച്ചുകൂടാൻ തൂത്തെടുക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ പുറമേ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. നമ്മൾ ഉള്ളിൽ കൂടെ കറക്റ്റായിട്ട് നല്ല കൊടുക്കണം. ഇപ്പോൾ നമ്മൾ എത്ര സ്കിൻ കെയർ ചെയ്താലും മോയ്സ്ചറൈസർ ഇട്ടാലും നമ്മൾ പെപ്സി കുടിക്കുമെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കയറും. അതേപോലെ എത്ര സൺസ്ക്രീൻ ഇട്ടാലും എത്ര ഇതിട്ടാലും നമ്മൾ കറക്റ്റായിട്ടല്ല നമ്മൾ ഫുഡെന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ല. നമ്മൾ പുറമേ നല്ലത് കൊടുക്കുമ്പോഴത്തേക്ക് അകമേയും നല്ലത് തന്നെ കൊടുക്കണം. ഗൈസ്, മമ്മ അടിക്കണ്ടേ ഇനി. ഇതാണ് അവൻ്റെ ഫേസിൻ്റെ ലുക്ക്. ഇത് നമുക്ക് ഔട്ട്ഫിറ്റൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളെ മേക്കപ്പ് എല്ലാം ഓവറായി. നമ്മൾ ഹെയറാണ്. ഇതെൻ്റെ ഹെയർ എക്സ്റ്റൻഷനാണ്. അതാണ് ഇനി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത്. ആക്ച്വലി ഇങ്ങനെ വയ്ക്കുമ്പം ഒരു ഹെയർ ക്യാപ്പൊക്കെ ഇട്ടിട്ട് വേണം വയ്ക്കാൻ വേണ്ടി. ഹെയർ എക്സ്റ്റൻഷൻ വയ്ക്കുമ്പോഴല്ല, ഇങ്ങനെ മീൻസ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലുക്ക് ചെയ്യുമ്പോഴത്തേക്ക്.
നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാണ് ഈ ഫ്രണ്ടിലൊക്കെ മുടി ഇട്ടിട്ടാണെന്ന് അറിയാമോ? ഇനി നമുക്ക് കുറച്ച് കേൾസ് കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതാണ് ഇതാണ് നമ്മളൊരു തത്ത ഹെയർ സ്റ്റൈലാണ്. ഇതെന്ന് പറയും നമ്മളടുത്ത് ചോദിച്ചത് എങ്ങനെയാണ് ചെയ്യണേന്ന്. ഇതൊക്കെ ഒരു ഉഡായിപ്പ് സെറ്റപ്പാണ് ഹെയർ സ്റ്റൈല്. ഇനി നമുക്ക് പോയി ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ഗൈസ്, ഞാൻ ടാഗ് പോലും പൊട്ടിക്കാതെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഹണിമൂണിന് ഞങ്ങൾ എപ്പോഴാണ് പോരുന്നത്? ജൂൺ ശരിയാണ്, ഏപ്രിൽ ജൂൺ ഞങ്ങൾ 17-ാം തീയതി ഹണിമൂണിൽ പോയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ഇത് അവിടെ വെള്ളപ്പൊക്കമൊക്കെ ആയിട്ട് വിസ അവർ റിജക്റ്റ് ചെയ്തു. സോ ഇതാണ് അബിയുടെ സ്കേർട്ട്, ഇത് അബിയുടെ ബ്ലൗസ്. കണ്ട, ഞാൻ ടാഗ് പോലും പൊട്ടിച്ചില്ല. കാരണം ഇതേ അവന് കറക്റ്റ് ആയിട്ടുള്ളല്ല, വേറെ ഒന്നുമില്ല. ഓക്കെ, സോ നമുക്ക് ഇതിടാം. ഗായ്സ്, ഇത് പ്രത്യേകതര ഒരു ഇനത്തിൽപ്പെട്ട ഒരാളാണ്. ഇങ്ങനെ ക്യൂട്ട്നെസ് ഇതർ എങ്ങനെയുണ്ട് നിനക്ക്? നീ കണ്ടിട്ട് അയ്യോ ഗൈസ്, എൻ്റെ കാട്ടുമാക്കാനെന്ന് നമുക്ക് എനിക്കിഷ്ടപ്പെട്ടു. ഇതാരത്? സുനിത പണ്ടത്തേക്ക് സിനിമയിൽ ആരെ പോലെ ഇന്ദ്രൻസിന്റെ പെൺവേഷം പോലെ തോന്നണം വികുട്ടാരിക്ക്. സുനിത, സുഷമലി, ശിക്കുഭാഷി. ഓക്കെ, ഞാൻ പോയി ഈ കലാകോലത്തിന് ഞാനൊന്ന് അവിടെ എല്ലാരെയും കാണിച്ചിട്ട് വരാം. അബിയുടെ ലുക്കാണ് റെഡിയാണ്. നീ ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോയത് തൊട്ട് എന്റെ കാണാനുള്ള ത്വര കൂടി അബിക്കുട്ടോ, മക്കളെ നേരമില്ലടാ, ചിരിച്ചിരിച്ച് കഴിഞ്ഞു. ഇതങ്ങനത്തെ മാറ്റട്ടെ. ഇതൊന്ന് അച്ഛനൊക്കെ ഓടിക്കൊണ്ട് വന്നു കേട്ടോ. അച്ഛനെ നോക്കണോ? അച്ഛൻ ഏത് കോലോന്ന് അവിക്കട്ടെ. അപ്പൊ ഒരുപാടായിട്ടല്ല എന്റെ വിഗൂരി വീഴും. ഞാനത് ഫിക്സ് ചെയ്യില്ല. അച്ഛക്ക് ഇങ്ങനെയൊക്കെ വരണം. ഓരോരുത്തരും അങ്ങോട്ട് ഇങ്ങനെ ചിറ്റപ്പനെ. നമുക്ക് താഴെ പോവാൻ കാണാൻ. അബി അമ്മ സീലിംഗ് പൊട്ടി. അതെന്തില്ല കുറച്ച് ബാക്കിലോട്ടില്ലേ? കൊച്ചിന്റെ വയറ്റില് പട്ടി ബാന്തണോണ്ടേ. മാളു ബാ, അടുത്ത മാളു വരണേ ഗൈസ് റിയാക്ഷന്. മാളു ബാ, പെട്ടെന്ന് വാ. ഇത് എന്താ? അപ്പൊ ഒരുപാട് കുലുക്കല്ലേ അമ്മ. ഇത് ഹണിമൂണിന് എന്റെ ഹസ്ബൻഡിന്റെ കൂടെ പോകുമ്പോ എന്നെ ഇടാൻ വെച്ചിരുന്നത്. എങ്ങനെയുണ്ട്? അപ്പൊ എങ്ങനെയുണ്ട് ഇത്? അമ്മ എങ്ങനെയുണ്ട്? എനിക്ക് ഇന്ദ്രൻസിനെ പോലെ തോന്നുന്നു. ഇന്ദ്രൻസ് ഒക്കെ പണ്ട് സിനിമയിൽ അത് കിട്ടും അവിടെ ഇരുന്നാണ്. എന്നിട്ട് കാലും കയറ്റിച്ചു. അബി, ഹൗ ഈസ് യുവർ? അപ്പൊ മേക്കപ്പിന് ഒന്നും പറഞ്ഞില്ല റിവ്യൂ? മേക്കപ്പ് കുറച്ച് ഡാർക്ക് ആയതുപോലെ തോന്നി. കന്നഡ പക്ഷെ കറക്റ്റ് സ്കിന്നിന്റെ കളറാണ്. ഞാൻ എന്തിനാണ് പറയണത്? അമ്മ ഇത് എങ്ങനെയുണ്ട്? ഞാൻ അക്കുവിനെയും കൂടെ ഒന്ന് വിളിക്കട്ടെ ഇത് കാണാൻ വേണ്ടിട്ട്. അക്കുവിനെ എങ്ങനെയുണ്ട്? നീ ഇത്ര സംസാരിക്കാത്ത? അത് സംസാരിച്ചോ? ശരിയാണ്, എല്ലാരും നിന്റെ പിറകെ വരുവാടാ. എമ്മുന്റെ മുട്ട ചോദിക്കും നിന്റെ അടുത്ത്. നോക്കട്ടെ, ഹൗ ഈസ് ഇറ്റ്? എന്റെ അമ്മയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടാ. നല്ല പണ്ടമ്പിളി. അബി ഇനി നല്ല നല്ല പെമ്പിള്ളേരെ പോലെയൊക്കെ. അയ്യോ, ഇങ്ങനെയല്ലേ ഏത് പെമ്പിള്ളേർ ഇങ്ങനെ നോക്കണ? അബി നല്ല ക്യൂട്ട്നെസ്. പെണ്ണുങ്ങളെ നോക്കൂല്ലെങ്കിൽ പെണ്ണുങ്ങളെ എക്സ്പ്രഷൻ എന്താണെന്നൊക്കെ അറിയാം. ഈ കാട്ടുപോലെയാണ് അമ്മ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു നടക്കാൻ നേരമില്ല. അല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മേക്കപ്പും എല്ലാം. കന്നഡ കന്നഡ കണ്ണി കൊത്താണ്. ഗൈസ്, ഇതാണ് എന്റെ മോഡൽ ഫ്രം യമുന്റെ കുട്ടി. അപ്പൊ ഇങ്ങനെ കളർഫുൾ ഒട്ടക പക്ഷിയാണ്. എനിക്ക് എങ്ങനെയുണ്ടാ നിന്നെ കണ്ടിട്ട്?
ഗായ്സ് ഞാനും എന്റെ ടവർ മോഡലും അവൻ തന്നെ നേരുന്നില്ല നമ്മളാരും കളിയാക്കില്ലേ നേരുന്നില്ല കുട്ടാ നേരെ എന്താ നീ കൈ നേരെ വിട നീ ഇങ്ങനെ 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 പക്ഷെ അഭിയൊന്നും പറയില്ല കേട്ടാ. മോൻ കണ്ട അഭിയല്ല ഒന്നും പറയില്ല. ആ ഓക്കെ. മോൻ കാണാനില്ലല്ലോ. സോ ഗൈസ് അപ്പം ഇതാണ് എൻ്റെ മൈ ബെസ്റ്റ്. ഇപ്പൊ എൻ്റെ ബെസ്റ്റാണ് അഭിരാമി, അല്ലെങ്കിൽ ഞങ്ങൾ സിൽസുലു എന്ന് വിളിക്കും. സിൽസുലു ആണ്. സിൽസുലു എന്നുള്ള പേരാണ് ഈ കൊച്ചിന് കുറച്ചുകൂടെ ചേരണത്. സിൽസുലു എങ്ങനെ ഉണ്ടായിരുന്നടി ഈ പരിപാടി? കൊള്ളാമോടി? ഓക്കെ. അപ്പം നിനക്ക് എൻ്റെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടാടി? നിനക്ക് നമ്മൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തരടി? തണുപ്പാ? ഓ കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ മറ്റേ ജെല്ലി സ്റ്റിക്ക് ഇട്ടത്. ഓക്കെ അടി. അപ്പം നമ്മളെ ലുക്ക് ഇത്രേ ഉള്ളൂ. സോ ഗൈസ് നിങ്ങൾ നോക്കിയിട്ട് പറയുക എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.